ഏലിയമ്മേ, ഏലിയമ്മേ. അല്ല, ഇത് എങ്ങോട്ടായി കൊച്ചുകൊടുപ്പാൻ കാലത്ത്? അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അക്കാമേരെ പേരക്കൊച്ചിന്റെ മാമോദിസയുടെ കാര്യം. കൊമ്പമ്പറമ്പത്തുനിന്ന് എല്ലാരും കൂടി ഒരു വണ്ടി പിടിച്ചങ്ങ് പോവാ. പിള്ളേരെ എഴുന്നേൽക്കുമ്പോ നീ അങ്ങ് പറഞ്ഞേരെ. ഗൗരി ഉണ്ടോ? വാഗത്താനം വരെ കാശ് കൊടുക്കാതെ കിട്ടുന്ന യാത്രയല്ലേ അമ്മച്ചി, അതവള് വെറുതെ കളയോ? മാത്രമല്ല, ഒരു ചാക്ക് ചേന, കുറച്ച് ചേമ്പ്, കൂർക്ക ഇതൊക്കെ ചാക്കിലാക്കി പുറകിലിട്ടിരിക്കുക. ഒത്താവിടത്തെ ചന്തയിൽ വിൽക്കാലോ. അത് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നന്നായി. വണ്ടി ഇതെന്റെ സ്വന്തം ചെങ്ങായി മൊയ്തുവിന്റെ കടം മേടിച്ചതാ. അപ്പോ അമ്മച്ചിയുടെ നാട്. ഒത്തിരി മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ അലക്കും കുളിയും മത്സരിച്ച് നീന്തലുമായിട്ട് ആ കടവത്ത് തന്നെയായിരുന്നു. അമ്മച്ചി ജനിച്ചു വളർന്ന വീട്, പിച്ച വെച്ച് നടന്ന മുറ്റം. ജാനകിയും ഞാനും ആയിരുന്നു കൂട്ട്. ഒരേ ബെഞ്ചിലിരിക്കൂ, ഒരുമിച്ചേ എവിടെയും പോത്തുള്ളൂ. അമ്മച്ചിയുടെ ആ കൂട്ടുകാരിയെ നമുക്കൊന്ന് തിരക്കി നോക്കിയാലോ? വെറുതെ. ഏയ്, നമ്മൾ ആരെയും കാണുന്നില്ല, നമ്മൾ ആരും തിരിച്ചറിയുന്നുമില്ല. അങ്ങനെയല്ലേ അമ്മച്ചി? ഞങ്ങളുടെ പള്ളിയാ. എന്റെ മാമോദീസ നടന്നതും ഞാൻ ആദ്യ കുർബാന കൈകൊണ്ടതും എല്ലാം ഈ പള്ളിയിൽ വെച്ചാ. എന്താ അമ്മച്ചി? 52 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പടികെട്ടിൽ വെച്ചാ മാത്തുട്ടിച്ചാൻ ആദ്യമായിട്ട് എന്നെ ഇഷ്ടവാന്ന് പറഞ്ഞത്.